കൊല്ലം കൊട്ടാരക്കര CSI സഭ മഹാ ഇടവക നിയുക്ത ബിഷപ്പ് ജോസ് ജോർജിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ നാളെ കൊല്ലത്ത് നടക്കും. ചെന്നൈയിലെ സിനഡ് ആസ്ഥാനത്ത് നടന്ന സെലക്ഷൻ കമ്മിറ്റി യോഗത്തിലായിരുന്നു ബിഷപ്പ് പ്രഖ്യാപനം. തന്നെ ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്വം ദൈവിക നിയോഗമാണെന്ന് റവറന്റ് ജോസ് ജോർജ് ജനം ടിവിയോട് പറഞ്ഞു. കുട്ടിക്കാലം മുതൽക്കേ ദൈവികപാത പിന്തുടർന്ന റവറന്റ് ജോസ് ജോർജിന്റെ വൈദിക ജീവിതത്തിൽ ഇതൊരു പുതിയ അധ്യായമാണ്. കൊല്ലം ആയൂർ അസുരമംഗലം ഇടവകാംഗമായ അദ്ദേഹം CSI സഭയുടെ യുവജന പ്രസ്ഥാനങ്ങളിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്നു. കൊല്ലം കത്തീഡ്രൽ വികാരിയായിരിക്കെയാണ് പുതിയ നിയോഗം. ഇത് ഈ മഹായിടവകയെ സംബന്ധിച്ചോളം ഒരു ദൈവ നിയോഗം എന്നാണ് ഞാൻ കാണുന്നത്. കാരണം ഈ മഹായിടവക ദക്ഷിണ കേരള മഹായിടവകയുടെ ഭാഗമായിരുന്നു. ഈ ഭാഗത്തെ ആത്മീയവും ഭൗതികമായ ഒരു വളർച്ചയെ ലക്ഷ്യം കണ്ട് ഇവിടെ ഞങ്ങളുടെ കാലഘട്ടങ്ങളിൽ നേതൃത്വം നൽകിയിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ ചിരകാലമായ ഒരു സ്വപ്നമായിരുന്നു ഒരു മഹായിടവക എന്നുള്ളത്. വലിയൊരു സമൂഹം തന്നിൽ പ്രതീക്ഷ അർപ്പിച്ചേൽപ്പിച്ച ഉത്തരവാദിത്വം ദൈവനിയോഗമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. കഠിനമായി പ്രയത്നിച്ചു. അതിൻ്റെ ഭാഗമാകുവാൻ എനിക്കും ദൈവം അവസരം നൽകി. അതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഇപ്രകാരം ദൈവം ഒരു നിയോഗം ലഭിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ മഹായിടവകയുടെ അനേക പാവപ്പെട്ടവരായ ജനങ്ങളുണ്ട്. അവരുടെ സർവ്വതോന്മുഖമായ ഒരു വളർച്ച ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ ഈ നിയോഗത്തിലൂടെ പ്രതീക്ഷിക്കുന്നത്. അവരുടെ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും സാമൂഹ്യമായ ഒരു വളർച്ച തീർച്ചയായിട്ടും ഈ മഹായിടവകയിലൂടെ സാധ്യമായി തീരേണ്ടത് ഏറ്റവും ആവശ്യമാണ്. റവറന്റ് ജോസ് ജോർജിന്റെ കുടുംബാംഗങ്ങൾക്കും ഇത് അഭിമാന നിമിഷം. സന്തോഷത്തിലാണ്. ദൈവത്തിൻ്റെ ഒരു വലിയ നിയോഗമാണ്, വലിയ ഉത്തരവാദിത്വമാണ്, ചെറിയ കാര്യമൊന്നുമല്ല. ഇതുവരെ ഒരു ഇടവകയെ മാത്രം കേന്ദ്രീകരിച്ചായിരുന്നു ശുശ്രൂഷ ചെയ്തിരുന്നത്. ഒപ്പം ഈ ഡയോസിസിൻ്റെ തന്നെ ക്ലർജി സെക്രട്ടറി എന്നൊരു പോസ്റ്റ് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ നാളുകളിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് ഈ ജനത്തെ മുഴുവനും നയിക്കുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. കൊല്ലം കൊട്ടാരക്കര മഹാ ഇടവകയുടെ രണ്ടാമത്തെ ബിഷപ്പാണ് റവറന്റ് ജോസ് ജോർജ്. കൊല്ലത്തെ CSI കത്തീഡ്രൽ പള്ളിയിൽ നാളെ രാവിലെ 10 മണിക്കാണ് നിയുക്ത ബിഷപ്പിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ. ജനം, കൊല്ലം.